SugarGlam Secrets. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജി. ഇന്ന് ഞാൻ മേക്കപ്പ് ടിപ്സോ ബ്യൂട്ടി ടിപ്സോ ഒന്നും ആയിട്ടല്ല നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഞാൻ ഇന്ന് നമ്മുടെ മുടിക്ക് പറ്റിയൊരു മാസ്ക്, ഒരു ഹെയർ മാസ്ക്, അത് നമ്മൾ സ്റ്റോർ ബോട്ട് മാസ്ക് ഒന്നല്ല, നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു മാസ്ക് റെഡിയാക്കാൻ പോവാണ്. ഓക്കെ, മുടി എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം, മുടിയാണ് ഒരാളുടെ അഴകല്ലേ. നല്ല മുടിയുള്ള ഒരാളെ കണ്ടാൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. പക്ഷെ ആ മുടി നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള അറിയാത്തതിനാലാണ് നമുക്കൊക്കെ വിഷമം. ഇപ്പം എൻ്റെ ഈ മുടി അങ്ങനെ കുറേ മുടി ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ഉള്ള മുടി നല്ല ഭംഗിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിച്ചതിന് ശേഷം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, വിജിയുടെ മുടി എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയത്. അതിന് കുറേ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പം ഇന്നിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഡീപ്പ് കണ്ടീഷനിങ് ആണ്. ഡീപ്പ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കണ്ടീഷനിങ് പോലെയല്ല. നമ്മളെല്ലാവരും ഷാംപൂ ചെയ്ത് നോർമൽ കണ്ടീഷണർ ഇട്ട് നമ്മൾ സാധാരണ പോലെ കുളിക്കാറുണ്ട്. പക്ഷെ ഇത് അതുപോലെയല്ല. ഡീപ്പ് കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ കഴിയുന്നതും നിങ്ങൾ ഷാംപൂ ചെയ്ത് നിങ്ങൾ തല വാഷ് ചെയ്യണം നിൽക്കുക. കാരണം നമ്മൾ തലയിൽ നമ്മൾ അത്രയും നല്ല കുറേ സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ തലയിൽ 20 മിനിറ്റ്സ് ഒക്കെ തേച്ച് പിടിപ്പിക്കുന്ന സാധനം നിങ്ങൾ ഒരൊറ്റ ഷാംപൂ കൊണ്ട് കംപ്ലീറ്റ് സ്ട്രിപ്പ് ഓഫ് ചെയ്യരുത്. സോ നമ്മൾ ഡീപ്പ് കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ വെയിറ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ഡേ നിങ്ങൾ വേണമെങ്കിൽ ഷാംപൂ ഇട്ട് കളഞ്ഞോളൂ. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഡീപ്പ് കണ്ടീഷനിങ് ആണല്ലോ. പിന്നെ ഇത്തിരി ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞാലൊന്നും മുടിക്കാനൊന്നും കേടാവുന്നില്ല. കാരണം നമ്മൾ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല നമ്മൾ ഈ DIY മാസ്ക് ഒക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു മുടിയുടെ ഹിസ്റ്ററി ഞാനൊന്ന് പറയാം. ഓക്കെ, കാരണം കുറച്ച് പേർക്കെങ്കിലും തോന്നുമ്പോൾ ഇവൾക്ക് എന്താ അതിന് മാത്രം മുടിയൊന്നും ഇല്ലല്ലോ എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം 2011 ഞാൻ എൻ്റെ മുടി കെമിക്കൽ സ്ട്രൈറ്റ് ചെയ്യുന്നത്. 2011 വരെ എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് എൻ്റെ മുടി ഇഷ്ടമല്ലാത്ത ഒരു 2011 വരെ തന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എൻ്റെ കല്യാണ സമയത്തൊക്കെ മുടി സ്ട്രൈറ്റൻ ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 2014 വരെ ഞാൻ സ്ട്രൈറ്റൻ ചെയ്തുകൊണ്ടേ നിന്നു. 2014 എനിക്ക് പെട്ടെന്ന് ബോധോദയം വന്നിട്ട് ഞാൻ മുടി ഇവിടെ വെച്ച് മുറിച്ചു. കാരണം ഇനി സ്ട്രൈറ്റൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മുടി ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ. കാരണം നമുക്ക് ഈ നമ്മൾ കെമിക്കൽ സ്ട്രൈറ്റൻ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഈ റൂട്ടിൽ നിന്ന് വരുന്ന മുടിയാണ് നമ്മളെ പിന്നെയും സ്ട്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന വൺ ഓഫ് ദി ഘടകം. അല്ലാത്തതുകൊണ്ടായിരിക്കും ചിലവർക്ക് സ്ട്രൈറ്റൻ ലുക്ക് ഇഷ്ടമുള്ളവർ പിന്നെയും പോയി ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ ചെയ്തെടുത്ത്, കാരണം എനിക്ക് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ഒരു വൃത്തികേടായി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ ഞാനൊരു നെക്ക് വരെയൊക്കെ എത്തിയപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഞാനൊരു നെക്ക് ലെങ്ത്തിൽ വെച്ച് എൻ്റെ മുടി ചോപ്പ് ചെയ്തു. അതൊരു ഇത്തിരി ഒരു ബോൾഡായിട്ട് ഡിസിഷൻ തന്നെയായിരുന്നു. പക്ഷെ പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ മുടിയുടെ കാര്യത്തിൽ അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ എനിക്കൊരു കെമിക്കൽ സ്ട്രൈറ്റൻ ചെയ്ത ആളെ കാണുമ്പോഴും എനിക്കൊരു സത്യം പറയാൻ എനിക്കൊരു സഹതാപ തോന്നാറ്. കാരണം എന്താ വെച്ചാൽ നല്ലൊരു മുടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്തത് കാരണം മാത്രമാണ് നമ്മുടെ മുടി എന്താ പറയുക സ്ട്രൈറ്റൻ ആയിട്ടും നമ്മൾ റീബോണ്ട് ചെയ്യുന്നത്. നമ്മൾ എന്താ പറയുക, ചുരുണ്ട് കിടന്ന മുടി നമ്മൾ സ്ട്രൈറ്റൻ ചെയ്യുന്നതും സ്ട്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ മുടി ചുരുട്ടുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്തതിനെ കൊണ്ടാണ്. അവനവൻ്റെ ഹെയർ ഇഷ്ടപ്പെട്ട് നിങ്ങൾ കൊണ്ടുവന്ന് നോക്കി നോക്കൂ, എത്ര തിക്കായിട്ട് എത്ര ഭംഗിയായിട്ട് മുടി വളരുമെന്ന് അറിയാം. ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന മാസ്ക് അങ്ങനെ നമ്മുടെ ഏത് നാച്ചുറൽ ഹെയറിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം. കാരണം ഇത് മെയിനായിട്ട് ഹെയർ ടെക്സ്ചർ അല്ല നമ്മൾ പറയുന്നത് സ്കാൽപ്പ് ഇഷ്യൂസ് ഉള്ളവർക്ക്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ ഹെയർ മാസ്ക് ഒന്നും വലിച്ചു വാരി യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ആകെ 2 മാസ്കാണ് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യാറുള്ളൂ. അതിൽ ഒരു മാസ്കാണ് ഇത്. ഇനിയൊരു മാസ്ക് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയാം, എല്ലാം കൂടെ ഒരുമിച്ച് പറയണ്ടല്ലോ. അപ്പം ഈ മാസ്ക് ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയൊരു മാസ്കാണ്. ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എനിക്ക് താരൻ്റെ ഇഷ്യൂ നല്ലതുപോലെയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടമാനം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയത് ഹെയറിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഡാൻഡ്രഫ് ഇഷ്യൂ ആയിട്ട് തന്നെയായിരിക്കും. അവർ ഈ പറഞ്ഞ പോലെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ തരും, അത് വീണ്ടും എൻ്റെ ഹെയറിനെ ഫ്രിസി ആക്കും. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി താരന് ആക്ച്വലി പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ ഇല്ല. ഞാൻ ഈ മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോർ 2 വീക്സ് 3 വീക്സ് എനിക്ക് ഇച്ചി സ്കാൽപ്പ് ഉണ്ടാവാറില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ കേട്ടോ. എനിക്ക് ഉണ്ടാവാറില്ല. പക്ഷെ നിങ്ങളും ഈ മാസ്ക് അറ്റ്ലീസ്റ്റ് വീക്ക്ലി ത്രൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ അഷ്വർ യു ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കും. പിന്നെ വീക്ക്ലി ഒരു 2 അല്ലെങ്കിൽ വീക്ക്ലി 1 ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫിൻ്റെ ശല്യവും ഉണ്ടാവില്ല. നല്ല ഡാൻഡ്രഫുള്ള ആൾക്കാരൊക്കെ വെച്ചാൽ തുടക്കത്തിൽ ആഴ്ചയിൽ 3 വട്ടം വെച്ച് ചെയ്തോളൂ. ഞാൻ പ്രോമിസ് തരാണ്. കാരണം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരു 5-6 പേർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളൊരു ഉറപ്പിൻ്റെ മേലാണ് ഞാൻ ഈ പ്രോമിസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. കാര്യമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിത് 1-2 വട്ടം യൂസ് ചെയ്തിട്ട് നിങ്ങൾ പറയരുത്, വിജി പറഞ്ഞ മാസ്ക് എനിക്ക് വർക്ക് ആവുന്നില്ല കേട്ടോ, ചുമ്മാതാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ്
നമ്മൾ തരുന്ന ഞാൻ പറഞ്ഞിരുന്ന മാസ്ക് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കെമിക്കൽസ് ഉള്ള മാസ്ക് അല്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വസ്തുക്കളാണ് ഫസ്റ്റ് ഓഫ് ഓൾ. സോ അതിന് തന്നെ ടൈം എടുക്കും നമ്മൾ എന്ത് സാധനം, പക്ഷേ കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ അത് 100% ആയിരിക്കും. ഓക്കെ, കാരണം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ഒന്നും നമുക്ക് ഭയങ്കരമായിട്ടുള്ള കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല പെട്ടെന്ന് റിസൾട്ട് തരാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നൊരു കുട്ടിയാണ് ഞാൻ. പക്ഷെ അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള അവർക്ക്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കൾക്കൊക്കെ നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ്. വീണ്ടും ഞാൻ ഇപ്പം നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും എന്ത് ഹെയർ മാസ്കിനെ പറ്റാണ് ഇവിടെ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകണ്ട. കണ്ടു, അപ്പം ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി ഇവിടെ ആയിരിക്കും ഒന്നും കൂടെ നല്ലതെന്ന്. ഇവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറയാം. എല്ലാം വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ മേടിക്കുന്നത് ചിലപ്പോൾ ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ മാത്രമാണ്. അതും എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കോഫി നല്ലൊരു എക്സ്ഫോലിയേറ്റർ ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഹെയർ സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഡെഡ് സ്കിൻ സെൽ, ഡേർട്ട്, ഡാൻഡ്രഫ്, ഓയിൽ ഇതെല്ലാം നമ്മുടെ സ്കാൽപ്പിൻ്റെ പോർസ് ക്ലോഗ് ചെയ്യാൻ കാരണമായിട്ടുള്ള എല്ലാം പെട്ടെന്ന് തന്നെ റിമൂവ് ആയിക്കോളും. കേർഡ് ഒരു നല്ലൊരു മോയ്സ്ചറൈസറും അതുകൊണ്ട് തന്നെ നല്ലൊരു കണ്ടീഷണറും കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കുമ്പോഴും കുറച്ചൊരു കേർഡ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ല സ്മൂത്ത് സിൽക്കി ഫിനിഷ് കിട്ടും. ബിക്കോസ് ഇറ്റ്സ് റിച്ച് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് വൈറ്റമിൻ B5. നിങ്ങൾ എല്ലാവരും അതിന് കേർലി ഹെയർ, സ്ട്രെയിറ്റ് ഹെയർ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എടുത്തത് ഫെർമെൻറ്റഡ് റൈസ് വാട്ടറാണ്. പേര് കേട്ടാരും ഞെട്ടണ്ട. ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളത്തിനെയാണ് നമ്മൾ ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 12 to 24 hours കൂടുതൽ നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കരുത്. കാരണം കഞ്ഞിവെള്ളം കേട് വന്നു പോകും. എന്തുകൊണ്ടാണ് നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത കഞ്ഞിവെള്ളം എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് ഡബിളാണ്. നമ്മൾ സാധാരണ റൈസ് വാട്ടർ എടുക്കുന്നതിനേക്കാളും ഡബിളാണ് ഇതിൻ്റെ ഫെർമെൻറ്റ് ചെയ്ത കഞ്ഞിവെള്ളം. കാരണം കഞ്ഞിവെള്ളം നമുക്കെല്ലാവരും വിത്ത് റിച്ച് ഓഫ് ആൻറ്റി ഓക്സിഡൻസ്, അതിനെക്കൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്യാൻ കഞ്ഞിവെള്ളം ഒരു കിടിലം ഇൻഗ്രീഡിയൻ്റ് ആണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലിൻ്റെ ബെനിഫിറ്റ് ഞാൻ പ്രത്യേകം ആർക്കും പറഞ്ഞു തരണ്ട. അതിൻ്റെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ ഞാനെടുത്ത കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്നെടുത്ത കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണയാണ്. നിങ്ങളുടെ കയ്യിലുള്ള കോക്കനട്ട് ഓയിൽ ഏതാച്ചാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്റ്റോർ ബോട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിയോൻ്റെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഞാനിവിടെ എടുത്തത്. നമ്മളിപ്പം ഫേസ് മാസ്ക് ആയാലും ഹെയർ മാസ്ക് ആയാലും ധാരാളം യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. നമ്മുടെ ഹെയറിൻ്റെ മോയ്സ്ചർ ലോക്ക് ചെയ്യുക. അതിലുപരി ഡാൻഡ്രഫ് കാരണം വരുന്ന നമ്മുടെ സ്കാൽപ്പിൽ വരുന്ന ഇച്ചിനെസ്, അതേപോലെ ഈ ഫ്ലേക്സ് എല്ലാം വരുന്നല്ലോ, അതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനൊന്ന് മിക്സ് ചെയ്യുകയാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ മിക്സ് ചെയ്തു എന്ന് ഞാനത് നിങ്ങളെ കാണിച്ചു എന്ന് വിചാരിച്ചു, പക്ഷേ അത് റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ മുടിക്ക് വേണ്ട ഒരു ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഈ ഒരു പ്രൊപ്പോർഷനിൽ നിങ്ങൾ എടുത്താൽ മതി. ഇപ്പോൾ 2 സ്പൂൺ കോഫി വെച്ചാൽ അത് 3 സ്പൂൺ എടുക്കുക വെച്ചാൽ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താം. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ അധികം യൂസ് ചെയ്യാഞ്ഞത് ഞാൻ ഷാമ്പൂ ഇട്ട് ഞാനത് കഴുകി കളയാത്തത് കൊണ്ടാണ്. അപ്ലൈ ചെയ്തു. ഓക്കെ, ഇത് ഞാൻ തലയിൽ നന്നായിട്ട് സ്കാൽപ്പിലാണ് ഞാൻ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ എൻ്റെ ഹെയറിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് ഹെയർ പാക്ക് ഇട്ടാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്കവരും വിട്ടുപോകുന്നൊരു കാര്യം, ഒരു നനഞ്ഞ തുണി നമ്മൾ തലയിലൂടെ ഇടണം. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇത് നമ്മൾ കാറ്റ് കെട്ടിയിട്ട് ഇത് ഡ്രൈ ആവും. നമ്മളിട്ട ഹെയർ പാക്ക് ഡ്രൈ ആവും. ഹെയർ പാക്ക് ഡ്രൈ ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റാണ് വരിക. നമ്മുടെ ഹെയറിലുള്ള മോയ്സ്ചറും കൂടെ നമ്മുടെ ഉണങ്ങിക്കഴിഞ്ഞ പാക്ക് വലിച്ചെടുക്കാൻ തുടങ്ങും. നമ്മൾ ഫേസ് പാക്ക് ഇടുന്ന പോലെ തന്നെ, ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മൾ അധികം വരിയാനത് കാത്തിക്കില്ല, അപ്പോഴത്തേക്ക് നമ്മൾ കഴുകി കളയില്ലേ. സെയിം പോലെ തന്നെയാണ് നമ്മുടെ തലമുടിയിലും. നമ്മുടെ തലമുടിയിൽ വരുന്ന മോയ്സ്ചറും കൂടെ ഹെയർ പാക്ക് വലിച്ചെടുക്കും. സോ അതിനെ കൊണ്ട് ഞാൻ ഇതിലൊരു നനഞ്ഞ തുണി ഇടാൻ പോവാണ്. അതിനുശേഷം എൻ്റെ കയ്യിലൊരു തേർമൽ ക്യാപ്പ് ഉണ്ട്. ആ തേർമൽ ക്യാപ്പ് ഞാൻ കാണിച്ചു തരാം. തേർമൽ ക്യാപ്പ് ഇല്ലാത്തവർക്ക് തേർമൽ ക്യാപ്പ് ഇടണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, ഈ ടവലുണ്ടല്ലോ, ഈ ടവല് ജസ്റ്റ് ഒന്ന് ചുടുവെള്ളത്തിൽ പിഴിഞ്ഞിട്ട് നമ്മൾ തലയിൽ ആക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലോ ഡ്രയർ നമ്മൾ ഒരു ഭയങ്കര ഹീറ്റിലല്ല, അത് ഉണങ്ങി പോകരുത്, ജസ്റ്റ് വെച്ചിട്ട് നമ്മളൊന്ന് പിടിച്ചു കൊടുത്താലും മതി. ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ തലയിലേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മുടിയിലേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ തേർമൽ ക്യാപ്പ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം.
സോ ഞാൻ തേർമൽ ക്യാപ്പും ഇട്ടു. തേർമൽ ക്യാപ്പിൽ എനിക്ക് ഒരു ടൈറ്റ് ആക്കാനും ലൂസാക്കാനും ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്. നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ ഉള്ള ഒരു സംഭവമുണ്ട്. ഞാനിത് വെച്ചിട്ടൊരു 10-15 മിനിറ്റ്സ് ഞാനിങ്ങനെ ഇരിക്കും. അതിനുശേഷം ഞാൻ വാഷ് ഓഫ് ചെയ്യും. നോർമലായിട്ട് നമ്മൾ കഴുകിക്കളയുന്ന പോലെ കഴുകിക്കളയും. ഇന്നിപ്പോൾ ഞാൻ ഷാമ്പൂ ഇടുന്നില്ല, കാരണം എങ്ങോട്ട് പോകാനൊന്നുമില്ലല്ലോ. എങ്ങോട്ടും പോകാനുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് മൈൽഡ് ഷാമ്പൂ എന്തെങ്കിലും ഇട്ട് കഴുകിക്കളയും. ഇല്ലെങ്കിൽ അത് ജസ്റ്റ് വെള്ളം വെച്ചിട്ട് കഴുകിക്കളയും. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞ് നമുക്ക് കാണാം. കണ്ടീഷനിങ് മാസ്കിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന വേറൊരു ഡൗട്ടാണ് ഹൗ ഓഫൻ വി ഷുഡ് യൂസ് ദിസ് DC എന്നുള്ള കാര്യം. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ മെനി ഫാക്ടേഴ്സ്. DC ചെയ്യാൻ അങ്ങനെ പ്രത്യേക ഒരു ടൈം ഫ്രെയിം ഒന്നും വെക്കേണ്ട കാര്യമില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നാട്ടിൽ നല്ല ഹ്യൂമിഡാണ്. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ നമുക്ക് മുടിയെന്നൊക്കെ എപ്പോഴും ഒരു മയമാണ്. പക്ഷെ അതിനു വേണ്ടി ഈ ഹാർഡ് വാട്ടർ പോലത്തെ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ മുടി പെട്ടെന്ന് ചകിരി പോലെയാവും. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ വേർ യു ലിവ്. സെക്കൻഡ് ഫാക്ടർ ഈസ് നിങ്ങളുടെ മുടി എന്താ പറയുക, മോയ്സ്ചർ അത്യാവശ്യമുള്ള മുടിയാണോ, പെട്ടെന്ന് ഫ്രിസി ആക്കുന്ന മുടിയാണോ. എൻ്റെ മുടി ടൈപ്പ് എന്താ വെച്ചാൽ സ്കാൽപ്പ് എപ്പോഴും ഒരു എന്താ പറയുക ഡ്രൈ ആയിട്ട് മുടി എപ്പോഴും ഒരു ഓയിലി ഉള്ള മുടിയാണ്. പക്ഷേ 2-3 ഡേയ്സ് കഴിഞ്ഞാൽ മുടിയും ഫ്രിസി ആവും. അപ്പോൾ വീക്ക്ലി വൺസ് എന്തായാലും എനിക്ക് മാസ്ക് യൂസ് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് തേർഡ് ഫാക്ടർ ഈസ് നിങ്ങളുടെ മുടി ഒത്തിരി കെമിക്കൽ പ്രോസസ്സ് കൂടെ പോയതാണോ, സ്ട്രെയിറ്റനിങ്, അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾ ഒത്തിരി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന മുടിയാണോ. സോ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നമുക്കറിയാം നമ്മുടെ മുടിക്ക് വേണം, നമ്മുടെ മുടി പെട്ടെന്ന് ചകിരി, ഫ്രിസീൻ്റെ വേറെ നമ്മുടെ നാടൻ മലയാളത്തിൽ മുടി പെട്ടെന്ന് ചകിരിയാവുന്ന മുടിയാണോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചുള്ള നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് മാസ്കാലും അത് വീക്ക്ലി വൺസെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം. അതല്ല ചിലവർക്ക് അത്ര പെട്ടെന്ന് ആവില്ല, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ once in 2 weeks നിങ്ങൾ യൂസ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അറ്റ്ലീസ്റ്റ് വൺസ് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയില്ല. വീക്ക്ലി വൺസ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട്, എനിക്ക് പെട്ടെന്നൊന്നും റിപ്ലൈ വേണ്ട. ഒരു 2-3 മന്ത് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ താഴ്ന്ന റിപ്ലൈ തരണം. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് വിചാരിച്ച ബെനിഫിറ്റ് കിട്ടിയോ. കാരണം മുടി വളർച്ചയ്ക്ക് വരെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്കാണ്. മുടിയുടെ കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത കാര്യമാണ്. പോസ്റ്റ്മോർട്ടം ഹെയർ ലോസ് സഫർ ചെയ്തൊരു ആളാണ് ഞാൻ. കാരണം എൻ്റെ മോന് ഇപ്പോൾ 10 months ആയിട്ടുള്ളൂ. സ്റ്റിൽ ഐ എം ബ്രസ്റ്റ് ഫീഡിങ്. അപ്പം ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഡോക്ടറെ കാണിച്ചു. കാരണം നമുക്കറിയാം, പിന്നെ നമുക്ക് മുടി നമ്മൾ സാധാരണ കൊഴിയുന്നതിൽ നിന്ന് എക്സ്ട്രാ കൊഴിയുമ്പം നമ്മൾ പിന്നെ DIY മാസ്ക് അല്ലെങ്കിൽ ഈ മാസ്ക് ആ മാസ്ക് എന്ന് പറഞ്ഞ് പോകാണ്ട് ബുദ്ധി ഉപയോഗിക്കുക, പെട്ടെന്ന് പോയി ഡോക്ടറെ കാണിക്കും. കാരണം നമ്മുടെ മുടി, നമ്മുടെ മുഖത്തുള്ള കുരു, അത് എന്ത് കാര്യമായാലും ബാക്കി പനിയും ജലദോഷം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടുകാർ നമ്മളെ കൊണ്ടുപോയിക്കോളും. മിക്ക വീട്ടിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്. അസുഖങ്ങൾ, ഹെയർ ഫ്ലോസ് അല്ലേ അത് സാരമില്ല, അങ്ങനെയാണ്. പിമ്പിൾസ് അല്ലേ അത് സാരമില്ല, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാശി പിടിച്ച് നിങ്ങൾ എന്തായാലും ഡോക്ടറെ പോയി കാണിക്കണം എന്നുള്ളതിനാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. കാരണം അത് നിസാരമല്ല. നമ്മുടെ മുഖമാണ് ഒരാളെ മുന്നിൽ നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ മുടിയാണ് നമ്മുടെ ഒരു ഐഡന്റിറ്റി. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോയി ഡോക്ടറെ കാണിക്കണം. പിന്നെ DIYs ഒന്നും പറഞ്ഞ് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ കോഴിക്കോടാണ് വെച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യാം ഡോക്ടറുടെ പേര്. ഞാൻ കാണിച്ച ഡോക്ടറുടെ പേര് ബ്രദേഴ്സിലെ ഡോക്ടർ റിനി. ഓക്കെ, അപ്പം അവരായിരുന്നു എൻ്റെ ഹെയർ ലോസിനുള്ള ട്രീറ്റ്മെൻറ്റ് എനിക്ക് തന്നത്. ഡോക്ടർക്ക് നിർബന്ധമായിരുന്നു ഞാൻ ഭയങ്കരമായിട്ടുള്ള കടുകട്ടി മെഡിസിൻസിലൂടെ ഒന്നും പോകരുത്. കാരണം അന്ന് മൗന 6 months ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സും എനിക്കൊരു ഹെയർ സീറം മാത്രമാണ് തന്നത്, അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് തന്നിട്ടില്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പോകുന്ന മാസ്കൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ മരുന്നും ഈ സീറവും ഈ മാസ്കും എല്ലാം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ പോസ്റ്റ്മോർട്ടം ജേർണി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. എനിക്ക് പോസ്റ്റ്മോർട്ടം പിമ്പിൾസും ഉണ്ടായിരുന്നു, ഒത്തിരി പ്രശ്നമുള്ളതായിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോസ് സഹിതം ഞാൻ നിങ്ങൾക്ക് വെബിൻ്റെ ഒരു വീഡിയോയിൽ ഞാനിടാം. അപ്പം ഹൂവർ ഈസ് ഇൻട്രസ്റ്റഡ് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. പിന്നെ ആ നോട്ടിഫിക്കേഷൻ അവിടെ പോയിട്ടൊന്ന് എന്താ പറയുക, എപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെൽ ബട്ടൺ ഇല്ലേ, അതിൽ പോയി പ്രസ് ചെയ്യുക. അപ്പം എന്താണ്, നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ എൻ്റെ മുഖം കാണും അതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അഗൈൻ.